നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ മറ്റേ ചെറിയ ഗ്രൂപ്പായിട്ട് ഞാൻ ചെയ്യാനുള്ളതിൽ ഓൾറെഡി 10 പേര് ജോയിൻ ആയിട്ടുണ്ട്. സോ ആ സെഷൻ ഫുള്ളായി. 8-ാം തീയതിക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ എല്ലാവരും ഓൾറെഡി ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ഞാൻ നോക്കട്ടെ, എല്ലാവരോടും സംസാരിച്ചിട്ട് ഞാൻ ആ ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട്, മേ ബി. എനിവേ, അടുത്ത സെഷനായിട്ടും ഞാൻ ചെയ്യും. ബട്ട് ഇതൊന്ന് കഴിയട്ടെ, കഴിഞ്ഞ ശേഷം ഞാൻ അടുത്ത സെഷനെ കുറിച്ച് ഞാൻ അനൗൺസ് ചെയ്യാം. സോ ദാറ്റ് ഇനിയും കുറേ പേർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാൻ ഒരു അവസരമൊക്കെ കിട്ടാൻ പോലെ നമുക്ക് ചെയ്യാം. സോ നമുക്ക് എന്തായാലും പേഴ്സണൽ റീഡിങ്സ് ഉണ്ട്, ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് ഓക്കെ, ഇന്നത്തെ റീഡിങ് എടുക്കുന്നത്, റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിൽ എന്താണ്, അവർക്ക് മുന്നോട്ട് എന്താണ് ഇൻറ്റൻഷൻ, എന്താണ് അവർക്കിതിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആഗ്രഹം എന്താണ്, അവരെന്താണ് ഈ ബന്ധത്തിൽ അവരുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ, അവരുടെ ആഗ്രഹം എന്നൊക്കെ പറയാം. ആ രീതിയിൽ നമുക്കൊന്ന് എടുക്കാം. ഞാൻ ഒറാക്കിൾ കാർഡ്സ് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്, ടാരോ എടുക്കുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഈ 2 ഡെക്കും യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, 2 ഡെക്ക് ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, ആദ്യം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് എടുക്കാം. എൻ്റെ അവർ മുന്നോട്ട് എന്താണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് നോക്കാമല്ലോ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. ഡിനയൽ കാണുന്നുണ്ട്. ഓക്കെ, ലീപ്പ് ഓഫ് ഫെയ്ത്ത്, മൂവിങ് ഓൺ, ന്യൂ ഓപ്പർച്യൂണിറ്റി, സാക്രിഫൈസ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ അകൽച്ചയുടെ ഫേസ് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഡിസ്റ്റൻസ്, കുറച്ച് പേർക്ക് കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ എന്താ പറയുക, ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞ പോലെ അകൽച്ചയായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സൺ ഇപ്പോൾ കാണുന്നത് മീൻസ് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മാറി നിന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന രീതിയിലാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി മുന്നോട്ട് എന്താണ് എന്ന രീതിക്കൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു ഫേസ് ആണ് കാണുന്നത്. സോ ഇവിടെ ഡിനയൽ ഉണ്ട്. ബട്ട് അവർ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സിറ്റുവേഷനിൽ പേഴ്സൺ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അക്സെപ്റ്റ് ചെയ്തിട്ട്, അതായത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, തെറ്റ് പറ്റി, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളോട് ചെയ്തു, വേദനിപ്പിച്ചു, വടവർ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഒന്ന് സംസാരിക്കണം, അല്ലേ? നമ്മൾ സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് അവരിപ്പോൾ അതൊന്നും പറയാൻ അവർ തയ്യാറല്ല. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്ന അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം എന്നാണ്. അൺഹെൽത്തി സൈക്കിൾസ് ഓർ അഡിക്ഷൻസ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണിന്, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിന് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അത് ഡ്രിങ്കിങ് ആവാം, സ്മോക്കിംഗ് ആവാം, വേറെ എന്തെങ്കിലും രീതിയിലാവാം. കുറച്ച് പേർക്ക് ഈവൻ ഫ്ലർട്ടിങ് അങ്ങനത്തെ കാരണം അത് ഒരുപാട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുകയാണ്. സോ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു സ്വഭാവം, ചില കാര്യങ്ങൾ, അവരുടെ ശീലങ്ങളുണ്ട്. അതിവിടെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ അത് കാരണം തന്നെ നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടുപ്പം വരിക, വീണ്ടും അവരെ മാറിപ്പോവുക. സോ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ അവരതിനെ, നമ്മൾ പറയില്ല, ഒരു കാര്യം ശരിക്കും എടുത്ത് സംസാരിച്ച് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഇവരത് തീർക്കില്ല. അതിന് പകരം ചിലപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യും, സംസാരിക്കില്ല ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. തെറ്റുണ്ടെങ്കിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. അതിപ്പോൾ ചെറിയ കാര്യമാവാട്ടോ, ചെറിയ കാര്യമാവാം, വലുതാവാം. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാതെ പോകുന്തോറും ശരിക്കും അത് പ്രശ്നം കൂടിയാണ് വരുന്നത്. സോ ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇവിടെ ലീപ്പ് ഓഫ് ഫെയ്ത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു നമ്മൾ പറയില്ല, ഒരു നല്ലൊരു ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു, നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുത്തിട്ടായാലും അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ തമ്മിലൊരു മുന്നോട്ട് ശരിക്കും ഒരു ലൈഫ് എന്ന രീതിക്കൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നിച്ച് വേണം, ഒന്നിച്ച് മുന്നോട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു ഫ്യൂച്ചർ വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, അവർ ഈ ഒരു ആക്സെപ്റ്റിംഗ് ഫേസിലല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു റിസ്ക് എടുക്കാനുള്ള പേടി ഉണ്ടാവും. അതുമുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുമായിട്ട് ബന്ധം മുന്നോട്ട് പോയാൽ ഒരു റിസ്ക് ആയിരിക്കാം, ചിലപ്പോൾ അതും ആവാം. സോ ഇവിടെ അതുകൊണ്ട് തന്നെ അവരൊന്ന് മാറി നിൽക്കുന്ന പോലെയാണ്. മൂവിങ് ഓൺ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം. സെപ്പറേഷൻ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലതാണ്. ആക്ച്വലി പറയുന്ന എൻഡിങ് ബ്രിങ്സ് ന്യൂ ബിഗിനിങ് എന്നാണ്. സോ അതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണല്ലേ. ഇവിടെ അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. വീണ്ടും തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ടിൻ്റെ എനർജി തീർച്ചയായിട്ടും ഉണ്ട്. ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലീപ്പ് ഓഫ് ഫെയ്ത്ത് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിന്യൂവലിൻ്റെ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അടുപ്പം വരുന്ന രീതിക്കും നിങ്ങൾ പേഴ്സൺ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. ന്യൂ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ തമ്മിൽ
വീണ്ടും ഒന്നുകൂടി ഒരു റീസ്റ്റാർട്ട്, ഓക്കെ, ഒരു പുതിയ അവസരം വീണ്ടും വരും. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ടോട്ടലി നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു വിചാരിക്കാതെ ഏതെങ്കിലും അവസരം വരാം നിങ്ങൾ തമ്മിൽ ഒരു കോൺടാക്റ്റ് വരാൻ. ഓക്കെ, മേ ബി എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും പെട്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വന്ന് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു മീറ്റിങ്ങിനുള്ളൊരു സാധ്യതയാണ്. അവിടെ സാക്രിഫൈസ് കാണുന്നുണ്ട്, ഗിവിങ് അപ്പ് സംതിങ് നൗ ഫോർ എ ഫ്യൂച്ചർ വേർഡ്സ്. ഇവിടെ പക്ഷേ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ അവർ ഒരു സാക്രിഫൈസിങ് എനർജി ഉണ്ട്. അതായത് അവർക്ക് താല്പര്യമുണ്ട്, നിങ്ങളോട് താല്പര്യമുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് വേണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവരതിനെ സ്വയം വേണ്ട എന്ന് വെക്കുന്ന ഒരു എനർജി മേ ബി അവർ കരുതുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ ഒന്ന് അകന്ന് നിന്നാൽ നല്ലതാണ്, പിന്നീട് ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അതായിരിക്കാം ഒരു സാക്രിഫൈസിങ് എനർജി ഉണ്ട്. മേ ബി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കുന്ന രീതിക്കും എടുക്കാം. ഓക്കെ, സോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഐ തിങ്ക് കൂടുതലും എനിക്കൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മാറി നിൽക്കൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർ ഡീൽ ചെയ്യാൻ തയ്യാറല്ല, അതും കാണുന്നുണ്ട്. ബട്ട് യെസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അടുപ്പം വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ആക്ച്വലി ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്താൽ മേ ബി അവരുടെ ഭാഗത്തുനിന്നൊരു മെസ്സേജോ കാര്യങ്ങളോ നിങ്ങൾക്ക്, അതായത് അവർ വേണം വെച്ചൊരു കാര്യം ഉണ്ടാക്കി വരാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം നിങ്ങളോട് തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഓക്കെ, അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നോക്കട്ടെ മുന്നോട്ട് അവരുടെ ആഗ്രഹം എന്താണ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ് പറയുക, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ്റെ അല്ല, ഓവറോൾ അവർക്ക് റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹീൽ. ഓക്കെ, ഡെസ്റ്റിനി ഇപ്പോൾ ചാടി വന്നതായിരുന്നു. ഓക്കെ, ഇൻഡിപെൻഡൻസ്, ഫോർ എവർ, ചേഞ്ച്. ഓക്കെ, ഇവിടെ ഫ്യൂച്ചറിലേക്ക് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ആ പ്രശ്നങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ റിലേഷൻഷിപ്പ് സംതിങ്സ് ആർ ലോസ് സച്ച് എസ് ടൈം, മണി ഓർ വൺ സെൽഫ്. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മണി ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്കിവിടെ ഈവൻ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഓക്കെ മേ ബി നിങ്ങൾ വളരെയധികം ഒരു ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഈ ബന്ധത്തിൽ ഞാൻ ഇത്രയും സമയം കൊടുത്തിട്ടും എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് വരണം എന്നാണ് ബട്ട് അവരും ആദ്യം ഹീലാവണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്തും ചില മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തും അവരുടെ ഇന്നർ നമ്മൾ പറയില്ലേ ഫിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പേടികളൊക്കെ ഉണ്ട് അവരുടെ ഉള്ളിൽ. അതിനെയൊക്കെ അവർ മാറ്റിയെടുക്കണം. ഓക്കെ, സോ അതിൻ്റെ ഒരു സമയമാണിപ്പോൾ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു മാറി നിൽക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സോ ഇവിടെ സിറ്റുവേഷനിൽ അവർ മാറി നിൽക്കുമ്പോൾ അവനവനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, അവനവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് അവർക്ക് എന്താണെന്ന് അങ്ങനെ ഹീൽ ചെയ്യാൻ അതായത് ഇത് സ്പിരിച്വൽ ഒരു ജേണി എന്നുള്ള രീതിക്ക് എടുക്കാം നമുക്ക്. സ്പിരിച്വലി അവരുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ടാവും. ആൻഡ് അതും അവർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ്. ഓക്കെ, ഓൾ ഫോർ ദ സേക്ക് ഓഫ് വെയിറ്റിംഗ് ഫോർ എ ബിലവഡ്. അതായത് നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഹീൽ ആവേണ്ടതുണ്ടാവാം. ഓക്കെ, ഇത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യമായിരിക്കും. ബട്ട് ഐ തിങ്ക് ഇത് അവരുടെ ഭാഗത്താണ് പറയുന്നത്. അവർ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലെ പേടികളോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെസ്റ്റിനി, ഐ കാൺ ബിലീവ് ഫൈൻഡിങ് യു ഇസ് ലൈക്ക് എ മിറക്കിൾ. ഐ നോ ഐ ഹാവ് ടു ബി ദ വൺ ടു മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അവർ പറയുന്നത് അവർ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്ന് അവർക്ക് അറിയാം എന്നാണ്. അതായത് അവരിങ്ങോട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചേസിങ് നിർത്തിയിട്ടുണ്ടാവും. നല്ല കാര്യമാണ്. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒരു തീരുമാനം എടുക്കണം. അവർ തന്നെ ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് വരണം എന്നവർക്ക് അറിയാം. ഓക്കെ, ആൻഡ് അവർ പറയുന്നത് നിങ്ങളെ കണ്ടുമുട്ടിയത് പക്ഷേ ഒരു ഡെസ്റ്റിനിയാണ്, ഒരു വിധിയാണ്, ഫെയ്റ്റ് ആണ്. ആൻഡ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്കൊരു നമ്മൾ പറയില്ലേ ഡെസ്റ്റൈൻഡ് കണക്ഷൻ എന്ന രീതിക്കാണ് ഫീൽ ചെയ്യുന്നത്. സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു മിറക്കിളാണ് എന്നാണ് പറയുന്നത്. അവർക്ക് അതെല്ലാം അറിയാം. ഓക്കെ, അവരുടെ ഉള്ളിൽ ശരിക്കും ആ തിരിച്ചറിവ് നന്നായിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻ ആണെന്നുള്ളത് അവർ അറിയുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ ഫസ്റ്റ് മൂവ് എടുത്ത് അതായത് നിങ്ങളോട് അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്ന് വരണം എന്നുള്ളത് അവർക്കറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളിവിടെ ചേസ് ചെയ്യരുത്. അഗൈൻ ഓർമ്മ വയ്ക്കുക, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇൻ അവർ റിലേഷൻഷിപ്പ് വി എംബ്രേസ് ഇൻഡിപെൻഡൻസ്, മെൽഡിങ് ടു യൂണിക് വേൾഡ്സ് ടു എൻറിച്ച് അവർ ലവ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പക്ഷേ അവർക്കൊരു ഫ്രീഡമോ ആഗ്രഹിക്കുന്നുണ്ട് അവർ.
നമ്മളൊരു ബന്ധത്തിലിരിക്കുമ്പോൾ അവർക്കൊരു പെട്ട ഫീലിംഗ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഒരു ഫ്രീഡം കൂടി ആഗ്രഹിക്കുന്ന പോലെയാണ്. അവർക്ക് കുറച്ചൊരു മേ ബി ഒരുപാട് ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പോലെ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് നിങ്ങളുടെ സമയം അല്ലെങ്കിൽ എനർജി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും, കെയർ കാര്യങ്ങളെല്ലാം അത്ര അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് അതുപോലെ അവരിങ്ങോട്ട് ചെയ്യില്ല. ബിക്കോസ് അവരുടേതായ ഒരു ഫ്രീഡം അവർക്ക് വേണം. ഓക്കെ, അങ്ങനെ പറയുന്ന ചില ആൾക്കാരാണ്. സോ അത് നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക ചില സിറ്റുവേഷൻ. നമ്മളിത് കാണുന്നത് പറഞ്ഞു തരാണ്. അങ്ങനെ ഫ്രീഡം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്കപ്പോൾ അവിടെ ഇൻസെക്യൂരിറ്റി വരും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ തോന്നാം ദറ്റ് അവർ എന്തിനാണ് ആ ഫ്രീഡം, അല്ലേ, നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരാം. സോ സിറ്റുവേഷൻസ് ആലോചിച്ച് നിങ്ങൾ ചിന്തിക്കാം. ഇവിടെ ഫോർ എവർ പറയുന്നുണ്ട്, യു ആർ മൈ ലൈഫ് ലോങ് ലവ്, ഐ വോണ്ട് ടു മാരി യു വൺ ഡേ. ഓക്കെ, നിങ്ങളെ മാരേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് ഒരു ഒന്നിച്ച് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ വേണം, ഫോർ എവർ ആയിരിക്കണം നമ്മുടെ ബന്ധം എന്നാണ് പറയുന്നത്. ബട്ട് ഇത് മാരേജ് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. ബട്ട് അവർക്ക് ആഗ്രഹം മനസ്സിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആൻഡ് ചേഞ്ച് കാണുന്നുണ്ട്. പീപ്പിൾ ഓൺലി ചേഞ്ച് ഫോർ ദ വൺസ് ദേ ട്രൂലി വോണ്ട്. ഓക്കെ, അവർ ശരിക്കും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി, അതിപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും നമ്മൾ മാറുന്നത് ഒരാൾക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ തന്നെ ചില കാര്യങ്ങൾ, ശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പലതും നമ്മൾ മാറ്റുന്നത് നമ്മൾ അത്രത്തോളം നമുക്ക് വേണം എന്ന ആഗ്രഹം തോന്നുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യില്ല, അല്ലേ. സോ അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം വേണം എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ട് കുറേ മാറ്റങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ വരുത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ഇപ്പോൾ സിറ്റുവേഷൻ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പോസിറ്റീവ് അല്ല. ബട്ട് അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ അവരുടെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ട്. മുന്നോട്ട് നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷനും വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ അവർക്കും ആ ഫീലിംഗ് ഉണ്ട്. പക്ഷെ അവരെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയില്ലേ, കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാനിതിൽ തന്നെ സ്റ്റക്കായി പോയാലോ, അല്ലെങ്കിൽ എന്നെ ഭരിക്കാൻ ശ്രമിച്ചാലോ, എന്നെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലോ എന്നൊക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ട് അവരുള്ളിൽ. അതൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഫിയേഴ്സ് ഉണ്ട് അവരുള്ളിൽ. സോ അതൊക്കെ കാരണം അവർ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന രീതിയിലും കാണുന്നുണ്ട്. ബട്ട് അവർ തിരിച്ചറിയുന്നുണ്ട് ആൻഡ് ഈ സിറ്റുവേഷനിൽ മാറ്റം വേണം എന്നും അവർ ആഗ്രഹിക്കുന്ന മനസ്സിനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇൻറ്റൻഷൻ കറക്റ്റാണ്, പക്ഷേ അതിന് വേണ്ടിയുള്ള ആക്ഷൻ വരുമോ എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം, അല്ലേ. ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് പ്രോബ്ലം. എന്തായാലും ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, ഇൻറ്റൻഷൻ നല്ലതാണ്, റൈറ്റ് ഇൻറ്റൻഷൻ ആണ്. പക്ഷെ അതിന് ആ ഒരു ലെവലിലേക്ക് തിരിച്ചറിവും ആ ഒരു ലെവലിലേക്ക് മാറ്റങ്ങളും ഒക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ. അത്ര എളുപ്പമല്ല. ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക. ഓക്കെ, സമയം കൊടുക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങളും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കൂ, അവരും അവരുടെ ലൈഫിൽ ഇരിക്കട്ടെ. ഓക്കെ, അവരായിട്ട് അങ്ങനെ നിങ്ങളെ പുറകെ ചേസ് ചെയ്ത് വരികയാണെങ്കിൽ പിന്നീട് ആലോചിക്കാം, അല്ലേ. കുറച്ചൊക്കെ നിങ്ങൾ പക്ഷേ സെൽഫ് ലവിൽ നിൽക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ആൻഡ് എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.